നമസ്കാരം, എൻ്റെ പേര് ഷിംജു ജെയിംസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ഈ ആരോഗ്യം എങ്ങനെ നിലനിർത്തണമെന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഡെയിലി വേണ്ട ന്യൂട്രീഷനെ പറ്റിയിട്ടും വളരെ ആത്യന്തികമായി ഇതിനെപ്പറ്റി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഡോക്ടർ പി വിജയൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന ഒന്നാണ് അവൻ്റെ ആരോഗ്യം, അവൻ്റെ വെൽത്ത്. ഇത് എങ്ങനെയാണ് നമുക്ക് ഡെയിലി ന്യൂട്രീഷൻ പ്ലാനോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നമുക്ക് ശരിക്കും പറഞ്ഞാലേ ഈ സ്കൂൾ സിസ്റ്റത്തിലോ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ 10-15 വർഷമെങ്കിലും മിനിമം നമ്മൾ സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലും ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് എന്തൊക്കെ കഴിക്കരുത്, എന്തൊക്കെ കഴിക്കണം, മസ്റ്റായിട്ട് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ, ബോധം, ഒരു സ്കില്ല്, ഈ സാധനമൊന്നും ഈ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ മോശമാണല്ലോ. സാധാരണഗതിയിൽ ഒരു അഡൽട്ടായിട്ടൊരാളിന് ദിവസം ഒരു 2000 മുതൽ 2500 കാലറി ഊർജ്ജം ആവശ്യമുള്ളത്. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, നമ്മൾ ഈ 2500 കാലറിയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളതെങ്കിൽ നമ്മൾ 2600 കാലറി ആയി പോകരുത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ എക്സസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ സ്റ്റോർ ചെയ്ത് അപ്പോൾ ഈ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നത് സംഭവം വളരെ സിമ്പിളാണ് ഓർത്തിരിക്കാൻ. നമുക്ക് ശരീരത്തിന് വേണ്ടത് 2500 കാലറിയാണ് മാക്സിമം. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞൊരു 100 ഗ്രാം കൂടെ ഫുഡ് കഴിച്ചു. ജസ്റ്റ് ഒരു ദിവസം മൊത്തത്തിൽ 100 ഗ്രാം കൂടെ ഫുഡ് കഴിച്ചു. അപ്പം ഏറെക്കുറെ 100 ഗ്രാം കൂടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 25 ഗ്രാം 50 ഗ്രാം വരെ, 100 ഗ്രാം കഴിച്ചാൽ പോലെ 25 ഗ്രാം വരെ കഴിക്കുന്ന ഫുഡിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും. അപ്പം ഈ ആവശ്യം കഴിഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് 100 ഗ്രാം കഴിക്കുമ്പോൾ പോലും 25 ഗ്രാം മുതൽ 50 ഗ്രാം വരെ ഇത് ബോഡിയിൽ ഫാറ്റായിട്ട് മാറും. പോട്ടെ, 25 ഗ്രാം മാത്രം വന്നു എന്നിരിക്കട്ടെ, ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ 10 ദിവസം വരുമ്പോഴത്തേക്ക് എത്രയായി? 250 ഗ്രാം ഫാറ്റ് ബോഡിയിലായി. 100 ദിവസം ആകുമ്പോഴോ 2.5 കിലോ തൂടി. 2.5 കിലോ 100 ദിവസം കൊണ്ട് നമുക്ക് എത്രയാണ്? 2.5 കിലോ ഫാറ്റ് കൂടി. ഇനി അങ്ങനെ നമുക്ക് ഒരു 8-10 പ്രാവശ്യം ആകുമ്പോഴോ 10-20 കിലോ അങ്ങ് കൂടും. ജസ്റ്റ് 100 ഗ്രാം പോലും. അപ്പോൾ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്, അപ്പോൾ അതെങ്ങനെ നമുക്ക് ശീലിക്കാൻ പറ്റും? വലിയ സബ്ജക്റ്റായത്. ആവശ്യമുള്ളവർ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തണം. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ വരണം? നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദോഷം, ബൈ ഹാബിറ്റ് നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കും. നിങ്ങൾ ഗൂഗിളിലൊക്കെ കയറി നോക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 100, നമ്മുടെ തൂക്കം അനുസരിച്ചാണ്, എന്നാലും ഒരു 100 ഗ്രാമിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് മതി. പക്ഷേ ചോറ് കഴിക്കുന്ന ആൾക്കാർ അതിലൊക്കെ വളരെ കൂടുതൽ കഴിക്കുന്നു. അപ്പോൾ അത് നമുക്ക് പിന്നെ ട്രൈഗ്ലിസറൈഡായിട്ടും മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന എല്ലാം ഇതിൽ നിന്നാണ്. ഇപ്പോൾ ചോറ് എക്സസ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിൽ നിന്നും മാറി നിന്നാൽ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളപ്പോൾ എപ്പോൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണേലും ഒരു 60 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം വേണം. അപ്പോൾ അത് നമുക്ക് ചിക്കനാകാം, ഫിഷാകാം, അതല്ലെങ്കിൽ എഗ്ഗാകാം, അതല്ലെങ്കിൽ നമുക്ക് പയറുവർഗ്ഗങ്ങളാകാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 100 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മതി. പക്ഷേ എന്നാലും നമ്മൾ 200 ഗ്രാം കഴിഞ്ഞു പോകാതിരിക്കാൻ മസ്റ്റായിട്ട് നോക്കണം. അത് നമുക്ക് ഗ്രെയിൻസിൽ നിന്ന് കിട്ടും, ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടും, വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും, അതല്ലാതെ നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിൽ നിന്ന് കിട്ടും. പിന്നെ ഫാറ്റ് കഴിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് അത്യാവശ്യം ഫാറ്റ് അത്യാവശ്യം. ബ്രെയിനിന് ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് വേണം. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു ശീലമായിട്ട് എടുക്കുന്നത്, ഇപ്പോൾ ഒലിവ് ഓയിലാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ ഈ തിളപ്പിക്കുന്നതിന് പകരം അത് പിന്നെ കുക്ക് ചെയ്തതിന് ശേഷം മുകളിൽ തളിക്കുകയാണ് ഏറ്റവും ഐഡിയൽ. നമുക്ക് നട്ട്സിൽ നിന്നുള്ളതാകാം, അല്ലെങ്കിൽ ഫിഷിൽ നിന്നുള്ളതാകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഫൈബർ ദിവസം ഒരു 30 ഗ്രാം കഴിക്കണം. അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സിൽ കിട്ടും, വെജിറ്റബിൾസിൽ കിട്ടും, നമുക്ക് ഹോൾ ഗ്രെയിൻസിൽ കിട്ടും, മില്ലറ്റുകളിൽ നിന്നും
മില്ലറ്റിൽ കിട്ടും. വാട്ടർ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ 75 കിലോ തൂക്കം ഉണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം, അതായത് 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള നിലയിൽ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ കഴിക്കണം. അതൊക്കെ തൂക്കം വെച്ചിട്ട് നോക്കിയാൽ മതി. 25 കിലോയ്ക്ക് 1 ലിറ്റർ വെച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. ഒറ്റയടിക്കാൻ കുടിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ച് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ബ്രെയിന് വളരെ സപ്പോർട്ടീവാണ്, ക്ഷീണം അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് വൈറ്റമിൻ എ വേണം, അതുപോലെ തന്നെ നമുക്ക് പിന്നെ വൈറ്റമിൻ സി വേണം, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വേണം. സൺലൈറ്റിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. മിക്കവാറും പേർക്കെല്ലാം സപ്ലിമെൻ്റ് എടുക്കേണ്ടവരാണ്. അതൊക്കെ പരിശോധിപ്പിച്ച് നമ്മൾ എടുക്കണം. വൈറ്റമിൻ ഇ കിട്ടണം, വൈറ്റമിൻ കെ കിട്ടണം, മിനറൽസ് ലൈക്ക് കാൽഷ്യം വേണം, അതുപോലെ തന്നെ നമുക്ക് അയൺ വേണം, അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന് ഏതാണ്ട് മഗ്നീഷ്യം ഒരു ഈ 200 മുതൽ 500 വരെ ശാരീരിക ഇൻസൈഡ് ബോഡിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇത് ആവശ്യമാണ്. ഓക്കെ, സിങ്ക് വേണം, പൊട്ടാസ്യം വേണം, നമുക്ക് സോഡിയം കൂടി പോവുകയും ചെയ്യരുത്. ഒമേഗ 3 ഫാറ്റി അത് നമുക്ക് പിന്നെ ഒമേഗ 6 അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഒമേഗ 6 ബോഡിയിൽ കൂടിപ്പോയാൽ വലിയ പ്രശ്നമാണ്. ഓക്കെ, ഒമേഗ 3 അപ്പം പലപ്പോഴും നമുക്ക് കുറവ് വരുന്നത് ഒമേഗ 3യുടെ കുറവ് വരുന്നത്. അപ്പം ഒമേഗ 3 എന്താണേലും ഫിഷ് ഓയിലായിട്ടാണേലും ഫ്ലാക്സ് സീഡായിട്ടാണേലും സപ്ലിമെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത് തങ്ങൾ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ 3 എല്ലായിടത്തും ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഒമേഗ 3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അത് കനച്ചു പോകും. റാൻസിഡിറ്റി എന്ന് പറയും. ഓക്കെ, ആ സമയത്ത് ഒമേഗ 6 ആണെങ്കിൽ കനക്കത്തൊന്നുമില്ല. 2-3 മാസമെങ്കിലും നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കിട്ടും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒമേഗ 3യുടെ അപ്പോൾ ഈ ഒമേഗ 3 ഒട്ടും കഴിക്കാതിരിക്കേണ്ട. ഒമേഗ 3 ഏറ്റവും മിനിമം 1:1 ഒക്കെ ആയിരിക്കണം ഈ ഒമേഗ 3 ആൻഡ് ഒമേഗ 6. പക്ഷേ ഒത്തിരി പേർക്ക് ഒമേഗ 3യുടെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ കൃത്യമായിട്ടും പ്രധാനമായിട്ടും നമുക്ക് ഫിഷാണ്. നമ്മൾ ഫിഷ് വറുത്ത് കഴിക്കുന്നതിൽ വലിയ പ്രയോജനമില്ല. ഓക്കെ, ഇപ്പോഴും നമ്മൾ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് വേണ്ടാന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഫിഷായിട്ട് തന്നെ കഴിക്കാം. അതിനകത്ത് വീണ്ടും പലരും കറിയായിട്ട് കൂട്ടാനായിട്ട് അതൊക്കെ ഈ വർക്കേഴ്സിന് നമ്മുടെ കൃഷിത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്കുള്ളതാണ്. ഫിഷായിട്ട് തന്നെ കഴിക്കാം. ലോകം മുഴുവൻ അങ്ങനെ കഴിക്കുന്നത്. മീറ്റായിട്ട് കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കി അതൊരു ഇപ്പോൾ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ശകല സാധനങ്ങളാണുള്ളത്. ചിക്കൻ അവിടെ മെയിൻ സംഭവം. ഓക്കെ, അപ്പോൾ എന്നതുപോലെ വേണം അങ്ങനെ കഴിക്കേണ്ടത് കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിലെ മിക്കവാറും രോഗങ്ങളിൽ ഏറ്റവും ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന കാറ്റഗറി. നിങ്ങളിത് എന്താണെന്നുള്ളത് വിശകലനം നോക്കിയാൽ മതി. ട്രാൻസ് ഫാറ്റ് ഏതിലൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് പിടുത്തം കിട്ടത്തുള്ളൂ. ട്രാൻസ് ഫാറ്റ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ബേക്കറിയിൽ നിന്നാണെങ്കിലും ശരി, വറുത്തതും പൊരിച്ചതും ഒക്കെ ട്രാൻസ് ഫാറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് പോകുന്നില്ല. അതങ്ങനെ ബ്ലഡിൽ കൂടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് രക്തക്കുഴലുകളിൽ നീർക്കെട്ടുണ്ടാക്കും, തടസ്സം ഉണ്ടാക്കും, ബ്ലോക്ക് ഉണ്ടാക്കും. പ്രായമായി വരുമ്പോഴത്തേക്ക് ഇത് ഒട്ടും കഴിക്കരുത്. അപ്പോൾ ട്രാൻസ് ഫാറ്റിനെ നമ്മൾ കുട്ടികൾക്കും കൊടുക്കരുത്. ട്രാൻസ് ഫാറ്റിനെ പൂർണ്ണമായിട്ട് നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ മീറ്റിൽ നിന്നൊക്കെയുള്ള എക്സസീവായിട്ടുള്ള നെയ്യ് നമുക്കതും ഒഴിവാക്കാം. ശരിക്കും അതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തന്നെ ഉണ്ടല്ലേ? നല്ല ഫാറ്റ്, പൊട്ട ഫാറ്റ്, ഇതെല്ലാം യൂട്യൂബിനകത്തുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് ഇനിയും അഡീഷണലായിട്ട് പഠിക്കണ്ടേ. അപ്പോൾ ഈ ഡോക്ടർമാർ പറയുന്നത് ഫൈനലാണെന്നുള്ളതങ്ങ് പറയരുത്. നമ്മൾ ശാസ്ത്രമായിട്ട് ബന്ധമുണ്ട്. ശാസ്ത്രലോകം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിന് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ സൈക്കാട്രിസ്റ്റ് ലെവൽ ചെയ്യുമ്പോൾ എനിക്കൂടെ വിശ്വാസമുള്ള സൈക്കാട്രിസ്റ്റിനടുത്ത് ഞാൻ പലപ്പോഴും റെഫർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു രോഗം കേട്ട് കഴിഞ്ഞാൽ ആ രോഗത്തിന് ഉടനെ തന്നെ നമുക്ക് ഗുളിക എഴുതി കൊടുത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്രഷൻ മാറും എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കലല്ല വേണ്ടത്. അവർക്ക് വേണ്ട ഏറ്റവും വലിയൊരു സംഭവം ഈ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ വരുന്നത് ഗട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ വയറ്റിൽ സാധാരണ ഒരാളിൻ്റെ ഒരു 1.5 കിലോ മുതൽ 2 കിലോ വരെ ബാക്ടീരിയ, ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ നമ്മുടെ വയറ്റിനകത്തുണ്ട്.
അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ഭയങ്കര പ്രയോജനം കിട്ടുന്ന നമ്മുടെ ശരീരത്തിനകത്ത് മിക്കവാറും ആക്ടിവിറ്റീസ് എല്ലാം നടത്തുന്നത് ഈ ബാക്ടീരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് ചെയ്യുവാണെങ്കിൽ, ഇവരിൽ കുറേ എണ്ണം ചത്തുപോവുകയും അവരുടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റൊമക്കിൽ നിന്ന് നമുക്ക് ബ്രെയിനിലേക്ക് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്താൽ മതി, ഗട്ട് ബ്രെയിൻ ആക്സിസ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അപ്പോൾ ഇവിടുന്ന് പോകുന്ന ഈ സന്തോഷത്തിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ പോലും വയറ്റിലുണ്ടാകുന്നതാണ് വേഗസ് നെർവ് വഴി നമുക്ക് ബ്രെയിനിൽ കിട്ടുക. ഓക്കെ, ഒരുപാട് ശരീരത്തിൽ നമുക്ക് ബ്രെയിനിൽ കിട്ടുന്ന ഒരുപാട് ഹോർമോൺ സപ്പോർട്ട് കിട്ടുന്നത് സ്റ്റൊമക്കിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ബാക്ടീരിയ ഡിസ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രോബ്ലമാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഉടനെ തന്നെ പോയി ഡിപ്രഷന് മരുന്നെടുത്തിട്ട് കാര്യമില്ല. ഭയങ്കരമായ ഡിപ്രഷൻ കാണും. പക്ഷേ അവരെ നമുക്കൊരു 3 മാസം മുതൽ 6 മാസം വരെ ഗട്ട് ഹെൽത്ത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ഒരുപാട് യൂട്യൂബ് കിട്ടും. ഗട്ട് ഹെൽത്ത് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ 3 വിധത്തിലുള്ള ഇതുണ്ട്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഇത് ഈ പേര് തന്നെ സെർച്ച് ചെയ്താൽ മതി. അപ്പം നമ്മൾ രാവിലെയൊക്കെ തലേ ദിവസം വൈകിട്ട് വെച്ച ഇച്ചിരി പഴങ്കഞ്ഞി വെള്ളം എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മുളകോ എല്ലാം ചേർത്ത് നമ്മൾ രാവിലെ ഒരു കപ്പ് കഴിക്കുന്നത് വളരെ നല്ലത്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അത് ഫോർ ദാറ്റ് ബാക്ടീരിയ, അവരുടെ ഫുഡാണ്. അത് കഴിക്കുമ്പം അവർ ശാന്തരാകും, അവർക്ക് ഫുഡ് കിട്ടി, നിലനിന്ന് പോകാനായിട്ട് അവരുടെ നിലനിൽപ്പ് ഭയങ്കര അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് പല ഇതിലും ഇഷ്ടംപോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗട്ട് ഹെൽത്ത് നിങ്ങൾ നോക്കുമ്പോൾ. രണ്ടാമതായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒരു ചെറിയ കപ്പ് യോഗർട്ട്. അപ്പോൾ യോഗർട്ടും തൈരും ഒന്നല്ല. തൈരിനകത്ത് നമ്മളിപ്പം പശുവിനെ പാല് കറന്നിങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ കൈ എന്നുള്ളതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയ തൈരിനകത്ത് കിടന്നാൽ തൈരിൽ കിടന്നങ്ങ് പെരുകും. പക്ഷേ ലാക്ടോബാസിലസ് പോലെ 2 or 3 ബാക്ടീരിയ മാത്രമായിട്ട് യോഗർട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു ഫാക്ടറിയിൽ ഓരോ കപ്പിനകത്തോട്ടുള്ളത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ആ ബാക്ടീരിയയോടെ സപ്ലൈ ചെയ്ത് കഴിയുമ്പം ആ ബാക്ടീരിയ മാത്രമാണ് വളരുന്നത്. അപ്പം 3 ബാക്ടീരിയ കൊടുത്തിട്ട് ആ 3 ബാക്ടീരിയ മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. തൈരിനകത്ത് നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ ബാക്ടീരിയ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാവും. നല്ലതും പൊട്ടി ഉണ്ടാവും അല്ലേ? നല്ലതും കാണും, ചീത്തയും കാണും, രണ്ടും കാണും. ചിലപ്പോൾ തന്നെയുള്ള തൈര് ഒത്തിരി പുളി കൂടിപ്പോയാലും നമുക്ക് വയറിന് കേടാം. അപ്പം ഐഡിയലി നിങ്ങൾ നഗര ജീവിതത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഒരു മിക്കവാറും കടകളിലെല്ലാം ഇപ്പോൾ ഉണ്ട്, ആൾക്കാർ ഇത് കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലേവറൊന്നും ചേർക്കാതെ തന്നെ, ഫ്ലേവർ ചേർത്താലും കുഴപ്പമില്ല, ചേർന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ ഭക്ഷണത്തിന് ശേഷം 1 കപ്പ് ഈ ഒരു ഇത് കഴിക്കണം, യോഗർട്ട് കഴിക്കണം. യോഗർട്ട് കുറച്ചുകൂടെ പ്രയോജനം കൂടുതൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചെറിയ അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് കഴിക്കുന്ന കുറച്ചുകൂടെ ഗട്ട് ഹെൽത്തിന് ഭയങ്കര സൂപ്പറായിരിക്കും അത്. അപ്പോൾ രാവിലെയും വൈകിട്ടും അത് ഓരോന്നെടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു 3 മാസം മുതൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഗട്ട് ഹെൽത്ത് ബാക്ടീരിയ എല്ലാം പൂർവാധികം ശക്തിയായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മിക്കവാറും ഡിപ്രഷനും മറ്റു പല പ്രശ്നങ്ങളും, ഉറക്കക്കുറവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈവൻ സെക്ഷൽ ഹെൽത്തിന് പോലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ഗട്ട് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ട്രാൻസ് ഫാറ്റിൽ നിന്നും പുറത്തു വരണം. രണ്ടാമത്തെ കാര്യം ഓവർ ഈറ്റിങ്, ഒരു വിധത്തിൽ ഓവർ ഈറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ചെയ്തു പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കുറയ്ക്കാനായിട്ട് പറ്റിയ, ഞാനത് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഹെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സുണ്ട് എൻ്റെ. അപ്പോൾ ഈ എല്ലാ കോഴ്സും ഇപ്പോൾ എനിക്ക് നേരിട്ടെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ലേണിങ്ങിൽ അവൈലബിളാണ്. പേ ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരുപാട് ദിവസം ഉപയോഗിക്കാനുള്ളതുണ്ട്. അപ്പം ഹെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾക്ക് അതിനകത്ത് ഇത് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമുക്ക് എതിരെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ചെറുക്കാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസും ബോഡിയിലുണ്ടാവും. ചിലത് അതിതീവ്രമായ ഇഷ്ടകേടുകളുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോൺസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്കെന്നാൽ വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയോ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും നമ്മുടെ ബ്രെയിനിലും ബോഡിയിലും ഉണ്ടാകും. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം
നമുക്കെതിരെ ഉള്ളതാണ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒത്തിരി കൂടി താങ്ങാൻ പറ്റുന്നതിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും ബ്ലഡിൽ. അത് നമുക്ക് സകല രോഗവും നമുക്കുണ്ടാകും. ഇതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സന്തുലനം വരുത്താനായിട്ട്, അതായത് നമ്മളിപ്പോൾ മെഡിറ്റേഷനിലിരുന്ന് കണ്ണുകൾ അടച്ച് ബ്രീത്ത് എടുത്ത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രീത്ത് എടുത്ത് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വേഗസ് നെർവ് വഴി പെട്ടെന്ന് നമുക്ക് ബ്രെയിനിലേക്ക് കാമായിട്ട് പോയിട്ട്, അപ്പോൾ ബ്രെയിൻ വളരെ വളരെ കാമാവും. അപ്പോൾ കാമാകുമ്പോഴത്തേക്ക് നമുക്ക് അനുകൂലമായ നല്ല പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ തന്നെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും മാത്രം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഓവറായിട്ടുള്ള നെഗറ്റീവ് ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതായി പോവുകയോ ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ 20 മിനിറ്റെങ്കിലും മിനിമം എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഹെൽത്തിലേക്ക് പോകാൻ വളരെ സഹായിക്കുന്ന ഇതാണ്. അതൊരു മാജിക് ഇതാണ്. ആൾക്കാർക്ക് അറിയില്ല എന്താ ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മളിൽ ഉള്ള നമുക്കെതിരെ പ്രവർത്തിക്കുന്ന മുഴുവൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസും സന്തുലിത അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ഏറ്റവും പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ പഠിക്കണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈൻഡ് മാസ്റ്ററി DA എന്നും പറഞ്ഞ് 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ പ്രോഗ്രാമിൽ നിങ്ങൾ വരണമെന്നില്ല. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ലേണിംഗ് വഴി എടുക്കാം. അതിനകത്ത് നിങ്ങൾക്ക് മെഡിറ്റേഷനും എല്ലാം കിട്ടും. അത് നിങ്ങളപ്പം മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മൈൻഡ് വഴി നിങ്ങൾക്ക് എന്തെല്ലാം നേടാൻ പറ്റും, ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് സാർ. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ആണത്. മൈൻഡിൻ്റേതായിട്ടുള്ള എല്ലാ തലങ്ങളിലേക്കും നമ്മുടെ വളരെ ശരിക്കും പറയാൻ കഴിഞ്ഞാൽ എല്ലാവരും വൺ ടൈം പഠിക്കേണ്ട ഒരു കോഴ്സാണ് 90 ദിവസത്തെ ലേണിംഗ്. മൈൻഡിൻ്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ അടുത്ത ചെയ്യാവുന്നത് മൈൻഡ് മാസ്റ്ററി 360 ഡിഗ്രി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അതിനകത്ത് 90 മെഡിറ്റേഷൻസും ഉണ്ട്, 90 ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഉറക്കം തെളിഞ്ഞാൽ ഉടനെ തന്നെ ആ മെഡിറ്റേഷൻ ഇട്ടിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്നത്തെ ക്ലാസ് കാണുക. അരമണിക്കൂറാണ് എൻ്റെ ക്ലാസ്. അപ്പം വളരെ ഡെപ്തിലാണ്, ഭയങ്കര ഡെപ്തിൽ. അപ്പോൾ 90 ക്ലാസ്സുകൾ അതിനകത്ത്. അപ്പോൾ ഏത് ലെവലിൽ പോകുമെന്ന് വിചാരിച്ചാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായതോ ഇടയ്ക്ക് ലൈഫിലുണ്ടായിട്ടുള്ളതോ ദുരന്തങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വരുന്ന ആളാണെങ്കിൽ, ഇപ്പം പിന്നെ ചിലപ്പം നിങ്ങൾ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് കേട്ട് വീട്ടിലേക്ക് ഫാദറിന് സുഖമില്ല അല്ലെങ്കിൽ സിസ്റ്റർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ചെന്നു. അപ്പോൾ ഹോസ്പിറ്റലാണെന്ന് ചെന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെഡ് ബോഡിയാണ് കാണുന്നത്. നെറ്റിയെ കൈവച്ച് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായ തണുപ്പ്. ഈ മൊമെൻറ്റ് നമുക്ക് ഒരുപാട് പ്രാവശ്യം റീക്രിയേറ്റ് ചെയ്യപ്പെടും. ആരുടെയെങ്കിലും നെറ്റിയെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ മെമ്മറി പെട്ടെന്ന് കൊണ്ടുവരും. ആ മെമ്മറി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ പെട്ടെന്ന് ഡൗൺ ആക്കി കളയും. ഇല്ലെങ്കിൽ ആ ഫാദർ ഇല്ലെങ്കിൽ സിസ്റ്റർ മരിച്ച ഹോസ്പിറ്റലിലെ സ്മെല്ല് അതെവിടെ കിട്ടിയാലും, ചിലപ്പോൾ സാമ്പ്രാണിയുടെ സ്മെല്ലായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ സ്മെല്ലായിരിക്കാം, അത് നമ്മളെ തിരിച്ച് അവിടേക്ക് കൊണ്ടുപോകും. ഇത് നമ്മുടെ ബോഡിയിൽ നമുക്കെതിരെയുള്ള ഹോർമോൺസ് ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ 360 ഡിഗ്രി മൈൻഡ് മാസ്റ്ററി എക്സ്പീരിയൻസിനകത്ത് കോഡ് കട്ടിംഗ് എന്നും പറഞ്ഞിട്ടുള്ളൊരു മെഡിറ്റേഷനുണ്ട്. ആ തോട്ടുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആ കണക്ഷൻ കട്ട് ചെയ്ത് കളയുന്ന, വിഷ്വൽ രൂപത്തിൽ അവിടെ ചെന്ന് കട്ട് ചെയ്ത് കളയുന്നൊരു സംഭവമാണ്. നമ്മളതൊരു 10-30 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത മൊമെൻ്റ് എല്ലാം മനസ്സിൽ നിന്ന് എറൈസ്ഡായിട്ട് പോകും. പിന്നെ നമ്മൾ മൈൻഡിനെ ഫുള്ളായിട്ട് പ്രോഗ്രാമിങ് ചെയ്യാണ്, റീപ്രോഗ്രാമിങ് ചെയ്യാന്നല്ലേ. അതെ, എനിക്കാണല്ലോ നേരത്തെ ഉണ്ടായിരുന്നു ഈ സാമ്പ്രാണിയുടെ മണം കേട്ടുകൂടാ, പെട്ടെന്ന് മരണത്തെക്കുറിച്ച് ഓർമ്മ വരും. അപ്പം ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് അത് കംപ്ലീറ്റ്ലി മായിച്ചങ്ങ് പോകും. ചില ആൾക്കാർക്കുണ്ട് ഫാദർ മർഡർ ചെയ്യപ്പെട്ടു, അപ്പോൾ ഫാദറിൻ്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റോസാപുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു ബൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, രക്തപുഷ്പാഞ്ജലി. അപ്പോൾ എവിടെ റോസ കണ്ടു കഴിഞ്ഞാൽ ഇവൻ അപ്പോഴേ അപ്പൻ്റെ മരണം ഓർമ്മിക്കും. അപ്പോൾ അത് ഇയാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമായിരിക്കും. എന്നാൽ അയാൾക്കെതിരെയുള്ള ഹോർമോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രംഗം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിനുള്ളതാണ് അതിനകത്തൊരു പിന്നെ കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ എനർജി കട്ട് ചെയ്ത് കളയുന്നത്. പിന്നെ ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമുക്ക് എതിരെ ട്രിഗർ ചെയ്യും. അപ്പോൾ ആ മനസ്സിൽ നിന്ന് ആ ഒരു മുഖം കളയാനായിട്ട് പറ്റിയ ഡിസസോസിയേഷൻ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഈ 90 ദിവസത്തെ
മെഡിറ്റേഷൻ അകത്ത് വരുമ്പോഴാണ് 360 ആ 360 വരുമ്പോഴത്തേക്കാണ് അതെടുത്ത് അതിപ്പോൾ നമ്മൾ ഈ 90 ചെയ്തു. പക്ഷേ നമുക്ക് ഏറ്റവും ഫലപ്രദമായ 3-4 മെഡിറ്റേഷൻ കണ്ടു. അതിനെ നമ്മൾ കുറേ നാൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞു. ആ പ്രശ്നം അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുന്ന ഫിസിക്കൽ ക്ലാസ്സിൽ ഇരിക്കുന്ന എത്ര പേരെ എനിക്ക് ഇങ്ങനെ ഇതാക്കി വിടാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതാ പ്രശ്നം എന്നറിയത്തില്ലല്ലോ. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10-90 മെഡിറ്റേഷൻസ് എടുക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ സിനാരിയോ മുഴുവനും കവർ ചെയ്തത്. ഇപ്പോൾ ഇയാളെ ചിലപ്പം മോഷ്ടിക്കാത്തൊരു കാര്യത്തിന് സ്കൂളിൽ ഇവനാണ് മോഷ്ടിച്ചതെന്നും പറഞ്ഞ് എടുത്ത് വെച്ച് കുറ്റപ്പെടുത്തി ബെഞ്ചെ കെട്ടി നിർത്തിയ സംഭവം കാണും. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴെല്ലാം അവൻ്റെ മനസ്സങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പ്രസംഗിക്കാൻ കയറുമ്പോഴെല്ലാം ആ പഴയ അനുഭവത്തെക്കുറിച്ച് മറ്റവൻ വിളിച്ച് പറയുമ്പോൾ അവൻ്റെ കഴിവ് ചോർന്നു പോവുകയാണ്. അത് ഈ സാധനമാണ്. അങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ഉണ്ട്. അപ്പോൾ അല്ല അവരെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. അത് അറിവ് തേടി വരുന്നവർക്ക് നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതെ. അപ്പോൾ 360 ഡിഗ്രി ഇതിനകത്ത് ഈ ഒരു 90 മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പം എല്ലാ മെഡിറ്റേഷൻസും അല്ല, നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന 90 ദിവസം ഉപയോഗിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് ആ മെഡിറ്റേഷൻസ് പ്രത്യേകമായിട്ട് ആവശ്യമുള്ള മെഡിറ്റേഷൻസ് മാത്രം നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ മൈൻഡിൻ്റെ സെൻസിറ്റൈസേഷൻ അങ്ങ് പോകും. അത് പോകുന്നതോടുകൂടി നമ്മൾ ആ ഒരു പ്രശ്നം സ്വാഭാവികം. അപ്പം ആ മമ്മൂട്ടിയുടെ ആ ഒരു പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ പടത്തിനകത്ത് കാണുന്ന ആ സംഭവം നമ്മൾ അതിന് ഇത് ചെയ്യുന്ന ഡിസസോസിയേഷൻ എടുത്തിട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്നും പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഒരുപാട് വഴക്ക് പറഞ്ഞ് വളർത്തിയിട്ടുള്ള പിള്ളേർ അപ്പം പേരൻറ്റിൻ്റെ അതോറിറ്റിക്കെതിരെ റിബിൽ ചെയ്യുന്നൊരു കാലം വരും. അപ്പോൾ അവരുടെ മനസ്സിൽ ഇതിങ്ങനെ കിടപ്പുണ്ട്. അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെവിടെ പോയാലും അവർക്കെതിരെ ആരെങ്കിലും ഭരണം നടത്തുകയാണ്, അവരെ നിയന്ത്രിക്കുന്നൊരു സംഭവം വരുവാണെങ്കിൽ ഈ സാധനം കയറും. അവർക്ക് റിബലായി അവർക്കിട്ട് പാര വെക്കും. എന്നിട്ട് അൺപോപ്പുലറായി അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വരും. അപ്പം അത് എവിടെ അതോറിറ്റി കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് ചേരാതെ അതോറിറ്റിയെ സ്വീകരിക്കാൻ പറ്റാതെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെല്ലാം ഈ കുട്ടികളെ അനീതിയായിട്ട് അവരെ അഗ്രസീവ് ആകുന്നതിൻ്റെ ഒരു റിയാക്ഷനാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷനോട് ഫൊർഗീവ് ചെയ്ത് അതിൻ്റെ സെൻസിറ്റിവിറ്റി മുഴുവൻ നമ്മൾ കളയണം. കളഞ്ഞാലേ നമുക്ക് അത് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരുവിധപ്പെട്ടവർക്കെല്ലാം പല പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരിട്ടിങ്ങ് വരേണ്ട കാര്യമേ ഇല്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെയ്യാൻ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.